ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് സോയയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? ഞാനിവിടെ ചെറിയ സോയയാണ് കേട്ടോ വാങ്ങുന്നത്, ചെറിയ ചെറിയ ബോൾസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചേക്കും. ദെൻ ഇനി ഇത് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സോയ കംപ്ലീറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ജീരകവും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. സോയയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ആ മസാല കംപ്ലീറ്റ് സോയയിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയ റോസ്റ്റ് റെഡി. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.